ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിനിടെ ഒരു തുറന്നു പറച്ചിൽ നടത്തുകയാണ് മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടന്റെയും പേര് പരാമർശിക്കുന്നില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ആരെ വേണമെങ്കിലും ഊഹിക്കാവുന്ന തിരക്കഥകളായിരുന്നു പലതും. അങ്ങനെ ഊഹിച്ച് ആരുടെയും ജീവിതം തകർക്കാൻ കഴിയില്ല. സർക്കാർ പരിഗണിക്കുന്നതും നടപ്പാക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്താൻ ഇടത് സർക്കാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ഒരാളെയും രക്ഷപ്പെടുത്താൻ നീക്കമുണ്ടായിട്ടില്ലെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. സങ്കീർണമായ നടപടിക്രമം കൊണ്ടാണ് സർക്കാരിന് ഇത്രയേറെ വർഷമെടുത്തതെന്നും മന്ത്രി ന്യൂസ് 18 Q18-ൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവരെഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാം, ഞങ്ങളെതിരല്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണ്ട ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ആളിനെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. അപ്പം ഉള്ളടക്കത്തെക്കുറിച്ചല്ല, നിഗമനങ്ങളുടെ ഭാഗമായി, നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നത്. ആ കാര്യം വളരെ ശക്തമായി ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി. അതിന് 2-2.5-3 വർഷം എടുത്തു. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു ഒരു നടപടിക്രമം, ഞങ്ങൾ സങ്കീർണമായ ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്രയും ചർച്ചകളും അത്രയും തീരുമാനങ്ങളും നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ അന്തിമമായി കോൺക്ലേവിൽ എത്തുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് കോൺക്ലേവ് അന്തിമ തീരുമാനമല്ല. ഇതാണ് സജി ചെറിയാന്റെ വാക്കുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരുണ്ടായിരുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല, ഏതാനും പേജുകൾ ഒഴിവാക്കിയായിരുന്നു പുറത്തുവിട്ടത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്, അങ്ങനെ ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല, ചില തിരക്കഥകളായിരുന്നു, ആരുടെ വേണമെങ്കിലും പേരുകൾ ഊഹിക്കാവുന്നു. അതായത് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാമായിരുന്നു. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു ഊഹത്തിന് തയ്യാറായിരുന്നില്ല, അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും വർഷങ്ങൾ വൈകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുകയാണ്. അതേസമയത്ത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മുന്നോട്ട് വന്ന പരാതിക്കാരികൾ പലരും സമ്മർദ്ദം കാരണം പരാതി നൽകിയതാണെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. മുന്നിൽ വയ്ക്കാൻ പലർക്കും ശരിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. സർക്കാർ കൃത്യമായ സംരക്ഷണം ഉറപ്പുകൊടുത്തിരുന്നു. എന്നിട്ടും പരാതിക്കാരികൾ പിൻവാങ്ങിയത് തെളിവില്ലാത്തത് കൊണ്ടാണ്. പല കേസ് അന്വേഷണങ്ങളും അവസാനിച്ചത് പരാതികൾ സത്യസന്ധമല്ലാതിരുന്നത് കൊണ്ടാണെന്നും ബാലചന്ദ്ര മേനോനെതിരെയുള്ള പരാതി അടക്കം അങ്ങനെ കെട്ടിച്ചമച്ചതാണെന്നും മന്ത്രി Q18-ൽ പറഞ്ഞു. മിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിലും അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവശ്യം കൊടുത്തു. പല കേസുകളിൽ FIR ഉണ്ട്.
പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യും. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ്. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്രമേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരു അടിസ്ഥാനമില്ലെന്ന് ഇപ്പം പറഞ്ഞില്ലേ. ബാലേന്ദ്രൻ്റെ മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി, ഒരു പേര് ദോഷം കേൾക്കാത്ത ആളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്ത് വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നും. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കും. ഇതാണ് മന്ത്രിയുടെ വാക്കുകൾ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്ന പരാതികളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നു, പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിവ് നൽകാൻ ആരും തയ്യാറായില്ല. അതുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നത്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പരാതികൾ നൽകുവാൻ. ബാലചന്ദ്ര മേനോന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം Q18 സംസാരിച്ചത്. മന്ത്രി സജി ചെറിയാനുമായിട്ട് സംസാരിച്ച് അപർണ കുറുപ്പ് ചേരുകയാണ് തത്സമയം. അപർണ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ SIT അന്വേഷണം നിർത്തിയതിനു ശേഷവും വിവാദം തീർന്നിരുന്നില്ല. അതിൽ പ്രധാനമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ പേജുകളും പുറത്തു വരാത്തതിനെ കുറിച്ചായിരുന്നു. അതിൽ ചില പേരുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണല്ലോ മന്ത്രി ഇപ്പോൾ. തീർച്ചയായിട്ടും മഞ്ജുഷ, ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മുതൽ ഇടത് സർക്കാർ വളരെ ധീരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് എടുക്കുകയാണ് എന്ന സിനിമാ രംഗത്ത് അന്ന് വലിയ WCC അടക്കമുള്ളവരൊക്കെ വലിയ ശ്ലാഘനീയമായ അഭിപ്രായങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ അവർ തന്നെ പിന്നീട് ഈ റിപ്പോർട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകുന്നു, സർക്കാരിന് ഇത് പുറത്തുവിടാൻ ധൈര്യമില്ല എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിനുശേഷം റിപ്പോർട്ട് പുറത്തു വരികയും റിപ്പോർട്ട് മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ചയാക്കിയപ്പോഴും ചില പേരുകൾ ഉള്ള പേജുകൾ പുറത്തേക്ക് വരുന്നില്ല. അത് ഒരുപക്ഷെ പലരെയും സംരക്ഷിക്കാനാണോ അതോ അത് കോടതി നിർദ്ദേശപ്രകാരമാണോ, ആ തരത്തിലുള്ള ഡിബേറ്റുകളും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ WCCയിലുള്ള അംഗങ്ങളായിട്ടുള്ള പാർവതി തിരുവോതിരി പോലുള്ള നടിമാരുടെ പേരെടുത്ത് തന്നെ പറയണം, സർക്കാർ പലപ്പോഴും ഇതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട് എന്നുള്ള വിമർശനമൊക്കെ വളരെ തുറന്ന് തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നതാണ്. അപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ വളരെ വ്യക്തമായി നടത്തുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഈ വിഷയത്തിനകത്ത്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ട് ഇത്രയേറെ വർഷം ഈ റിപ്പോർട്ട് പുറത്തു വരാനെടുത്തു എന്നുള്ളൊരു ചോദ്യം അത് WCCയുടെ ഭാഗത്തു നിന്ന് പലതവണ ഉന്നയിച്ച ഒരു കാര്യമാണ്. അതിനടക്കമുള്ള ഉത്തരമാണ് മന്ത്രി പറയുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ വളരെ സുധീരമായിട്ടൊരു നിലപാടെടുത്തു. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, സർക്കാർ ഒളിപ്പിച്ചിട്ടില്ല, പിൻവാങ്ങാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വ്യക്തമാക്കുന്നത് ഈ പുറത്തു വന്ന ഇത്തരം പ്രചാരണങ്ങളിലുള്ളതുപോലെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട അന്ന് ഒരുപക്ഷെ നമുക്കെല്ലാം അറിയുന്നത് പോലെ വളരെ സുപ്രധാനപ്പെട്ട മലയാള സിനിമയിലെ വളരെ സുപ്രധാനപ്പെട്ട പേരുകൾ അതിനകത്തുണ്ട്, ആ വിഗ്രഹങ്ങളൊക്കെ ഉടയും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നാണ്. അങ്ങനെ ഒരു കാര്യവും ഇതിനകത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേരേ റിപ്പോർട്ടിനകത്തില്ല. റിപ്പോർട്ടിലുള്ളത് ആരെയും ഊഹിച്ചു പറയാവുന്ന കുറേ തിരക്കഥകളാണ്. അതായത് ക്ലാരിറ്റി അതിനകത്തില്ല എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി അപർണ, ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ആദ്യം ഉണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയത് എന്താണ് എന്നുള്ള ചോദ്യം. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള മൊഴികളെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പരാതികൾ ചിലർ വെളിയിൽ വന്നു പറഞ്ഞു. അതിനുശേഷം പക്ഷേ SIT വന്നപ്പോൾ ആരും SITക്ക് മുന്നിൽ ഹാജരായി തെളിവ് നൽകാൻ തയ്യാറായില്ല. മന്ത്രി ഇപ്പോൾ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്